ഓക്കെ. ഈ ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് വന്ന മാറ്റങ്ങൾ സാറിൻ്റെ ഇതിൽ കുറച്ചുണ്ടാവും. അപ്പോൾ ഈ ഒരു അറിവിൻ്റെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ഇതിൽ സാറിന് ഇപ്പോൾ ഒരു ആരോഗ്യമന്ത്രിയാവാനുള്ളൊരു ചാൻസ് കിട്ടി, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. ഓക്കെ. അപ്പോൾ സാർ എന്തൊക്കെ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുക അല്ലെങ്കിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുക ഇപ്പോഴുള്ള ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ നിന്ന്? പിന്നെ അത് മാത്രമല്ല സാറ് മറ്റ് രാജ്യങ്ങളുടെയും ഹെൽത്ത് സിസ്റ്റമായിട്ട് കുറച്ച് ഫെമിലിയർ ആയിരിക്കും. അപ്പൊ അതില് പഠിപ്പിക്കാറുണ്ടല്ലോ. അപ്പൊ അതിൽ ഏറ്റവും മികച്ചത് എന്ന് തോന്നിയത് ഏത് രാജ്യത്തിന്റെ ആയിരിക്കും? അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ ഹെൽത്ത് സിസ്റ്റംസ് എപ്പോഴും അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും പെർഫോമൻസ് വൈസ് നമുക്ക് പറയാൻ കഴിയുന്നത് വെസ്റ്റേൺ യൂറോപ്പ്, സ്കാൻഡിനേവിയൻ കൺട്രീസ്. ഇൻഫാക്ട് WHO റാങ്കിങ്ങിൽ തന്നെ ഫ്രാൻസ് ഒക്കെയാണ് വളരെ ഹൈ ആയിട്ട് വരുന്നത് പലപ്പോഴും. അവരുടെ എന്തുകൊണ്ടാണ് അങ്ങനെ മികച്ചു നിൽക്കുന്നത്? അതിലൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ അവര് മിക്കവാറും പലതും ടാക്സ് ഫണ്ടഡ് ആണ്. അത് ആളുകളെ ചാർജ് ചെയ്യുന്നില്ല. അവർ ടാക്സ് ഹൈ ആയിരിക്കും, പക്ഷെ അതിൽ നിന്ന് തന്നെയാണ് ഹെൽത്ത് സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ UK NHSഉം അതുപോലെ തന്നെയാണ്, സ്കാൻഡിനേവിയയിലെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ഇതിലുള്ള ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഒരുപാട് പ്രൊസീജിയർ ഡിമാൻഡ് കൂടുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ഹെൽത്ത് പ്രൊസീജിയേഴ്സിന് വരുന്നതുകൊണ്ട് ആളുകൾ നാച്ചുറലി വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് പോകും. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ NHSലൊക്കെ അത് വലിയ ക്രിറ്റിസിസമാണ്. ആളുകൾ എലക്റ്റീവ് പ്രൊസീജിയേഴ്സിന് വേണ്ടി വർഷങ്ങൾ വെയിറ്റ് ചെയ്യണം. അമേരിക്കയിലാണെങ്കിൽ കുറച്ച് കൂടുതലുണ്ടെന്ന്. അതെ, അവർക്ക് ആള് കുറവാണ്, അത്ര ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഇപ്പോൾ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ സ്റ്റേറ്റ് സിസ്റ്റംസിനുണ്ട്. പക്ഷെ മറ്റുള്ള സിസ്റ്റത്തിൻ്റെ ആ ഹൈ കോസ്റ്റും ആളുകൾ ഇംപോവറിഷ്ഡ് ആവുന്നതും ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ ഇത് ബെറ്ററാന്ന് പറയേണ്ടി വരും. കാരണം ഒരു പെർഫെക്റ്റ് സിസ്റ്റം നമുക്ക് ഏത് സിസ്റ്റം അല്ല, ഇതുപോലെ ഈ ടാക്സ് ഫണ്ടഡ് ആയിട്ടുള്ള, നമ്മുടെ അല്ല, ടാക്സ് ഫണ്ടഡ് ആയിട്ടുള്ള സിസ്റ്റം. പ്രൈവറ്റൈസേഷൻ്റെ ദോഷം ഇതാണ്, ഈ ഡ്രൈവ്സ് അപ്പ് ദ കോസ്റ്റ് ഭയങ്കരമായിട്ട്. പ്രത്യേകിച്ച് ഇൻഷുറൻസും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോകും. പക്ഷേ ഇന്ത്യയിലെ സിറ്റുവേഷൻ രണ്ടും ഇങ്ങനെ ബാലൻസ് ചെയ്ത് കുറച്ചുകൂടി നമ്മളുടെ ഈ പബ്ലിക് ഹെൽത്ത് സെക്ടർ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സിസ്റ്റം കുറച്ചും കൂടി ബെറ്റർ അല്ലേ? ആവശ്യമുള്ളവർക്ക് പ്രൈവറ്റിൽ പോവുകയും ചെയ്യാം. അല്ല, അത് ശരിയാണ്. പക്ഷെ അതാ നമ്മളിപ്പോഴും ഒരു GDPയുടെ 1% 2% കഷ്ടിയും കൊണ്ടാണ് ഹെൽത്തിൽ സ്പെൻഡ് ചെയ്യുന്നത്. അത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു ആൻസർ അതാണ്. നമ്മൾ ഹെൽത്ത് സ്പെൻഡിങ്, പബ്ലിക് സെക്ടറുള്ള ഹെൽത്ത് സ്പെൻഡിങ് കൂട്ടാനുള്ള വഴികളായിരിക്കും ഞാൻ ആദ്യം ആലോചിക്കുക. അങ്ങനെയൊക്കെ. ഓക്കെ. അതുപോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഇപ്പം ഹെൽത്ത് സർവീസ്, കേരള ഹെൽത്ത് സർവീസിൽ ഇപ്പോഴും അതിലേക്കുള്ള എൻട്രി കേഡർ MBBS ആണ്. ഓക്കെ. അത് അന്നുണ്ടാക്കിയതാണ്, പണ്ടത്തെ ഒരു സിസ്റ്റമാണ്, അതിനെ മോഡിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അതിലേക്ക് വരാൻ മടിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവര് വന്നു കഴിഞ്ഞാലും പിന്നെ ഒരുപാട് വർഷങ്ങൾ അസിസ്റ്റന്റ് സർജനായിട്ടൊക്കെ ഇരുന്നാലേ അപ്പോഴേക്കും ഇവരുടെ സ്കില്ലെല്ലാം നഷ്ടപ്പെടും. അത് ശരിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഈവൻ ഇൻ്റർവ്യൂസിലും എഴുതിയിട്ടൊക്കെയുള്ള കാര്യമാണ്. നമ്മുടെ ഒരു ബേസിക് പ്രോബ്ലം എന്ന് വെച്ചാൽ ഹെൽത്ത് സിസ്റ്റംസ് മാറ്റാൻ നമുക്ക് പറ്റുന്നില്ല. അത് നമ്മുടെ ഒരു കളക്റ്റീവ് ഫെയിലിയർ ആണ് കേരളത്തിലെ. പക്ഷേ ഈ സിസ്റ്റം മാറ്റാൻ അത്ര എഫേർട്ട് വേണോ? ഒരു എൻട്രി കേഡർ മറ്റേ സ്പെഷ്യലിസ്റ്റ് അല്ല, നമ്മൾ വിചാരിക്കും അതിനൊരു എഫേർട്ട് വേണ്ടാന്ന്. പക്ഷെ നമ്മൾ ആരെങ്കിലും അതിന് തുനിഞ്ഞാൽ മനസ്സിലാവും എത്ര എഫേർട്ട് വേണമെന്ന്. കാരണം ഒരുപാട് എതിർപ്പ് വരും. ബേസിക്കലി ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താ പറയുക, ഇറ്റ് ഈസ് ഹോമേജ് ടു ലോട്ട് ഓഫ് ലോബിയിങ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് അതിനോട് എതിർപ്പുണ്ടെങ്കിൽ അവരത് പിടിച്ചു വയ്ക്കും. അത് അങ്ങനെയാണ് ഇറ്റ് ഈസ് ഹൗ ഗവൺമെൻറ് ഫങ്ഷൻസ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമുക്കായിട്ടില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫെയിലിയർ. ഈ പറഞ്ഞ മാതിരി അതിൽ ഞാൻ അതാ പറഞ്ഞ, അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബോൾഡായിട്ടുള്ള, ആരും അത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പറയുകയാണ്, ഏറ്റവും ബോൾഡായിട്ടുള്ള 2-3 റിഫോം നടത്തിയത് ശ്രീമതി ടീച്ചറാണ്. ഒന്നാമത് അവർ നഴ്സസ് മുഴുവൻ DHSന്റെ കീഴിലാണ്. മെഡിക്കൽ കോളേജിലെ നഴ്സസും ഒക്കെ DHSന്റെ കീഴിലാണ്. അത് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ്, അത് ഒരുപാട് പേര് എത്രയോ കാലമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് വെട്ടിമുറിക്കാനുള്ള പൊളിറ്റിക്കൽ വില്ല് അവർക്കേ ഉണ്ടായുള്ളൂ. അവർ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ പോകണം. ഒരുപാട് എതിർപ്പ് വന്നു. അവരുടെ പാർട്ടിക്കകത്തുനിന്ന് അവരുടെ യൂണിയൻസ് തന്നെ ശക്തമായിട്ട് എതിർത്തു. അവർ പറഞ്ഞു ഇത് പറ്റൂല, ഇങ്ങനെ ചെയ്താലേ പറ്റൂ. അത് രണ്ടാക്കി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല.
അതുപോലെ തന്നെ അവർ ഡോക്ടർമാരുടെ ശമ്പളം കൂട്ടിയത് അവരിയ്ക്കുമ്പോഴാണ് ഹെൽത്ത് സർവീസിൽ. അത് കാരണം ഒരുപാട് പേര് എനിക്ക് തോന്നി കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ആളുകൾക്ക് വരാനായിട്ട്. അപ്പം അങ്ങനെ ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു ഇത് വന്നാൽ നമ്മുടെയൊക്കെ സിസ്റ്റം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആർക്കും ദേ ഡോണ്ട് വാണ്ട് ടു ബി റെസ്പോൺസിബിൾ ഫോർ ക്രിട്ടിക്കൽ ഡിസിഷൻ. അവരുടെ പുറത്താവുമോ എന്നുള്ള പേടി കാരണം അവരിങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഈ ഇപ്പോഴത്തെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കൂടുതൽ മെഡിക്കൽ കോളേജസ് അത് ഗവൺമെന്റ് തലത്തിലാണെങ്കിലും കൊണ്ടുവരിക എന്ന ഒരു പോളിസി ഉണ്ട്. പക്ഷെ അതേസമയം ഈ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കോളേജുകളുടെ പല ഡിപ്പാർട്ട്മെന്റുകളും ആവശ്യത്തിന് ഉള്ള ഇൻസ്ട്രുമെന്റ്സോ അല്ലെങ്കിൽ പത്തോളജി അല്ലെങ്കിൽ റിയേജൻസോ അങ്ങനെയൊന്നും ഇല്ലാതെ, അതിനുള്ള ഫണ്ട് പോലും ഇല്ലാതെ കഷ്ടപ്പെടുവാണ്. അതെ, അത് ഇതുകൊണ്ട് തന്നെയാണ്. അതായത് നമുക്കിപ്പോ പുതിയ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നാൽ അതിന് മൈലേജ് ഉണ്ട്, നമുക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഓരോ ലൊക്കാലിറ്റിയിലും അവർക്ക് മെഡിക്കൽ കോളേജ് വേണം എന്ന് പറയുമ്പോൾ അത് ഇന്ന ആൾ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് വോട്ട് ചോദിക്കാൻ പറ്റും. അപ്പം അങ്ങനെ അത് പോകുന്നു. പക്ഷെ അതേ സമയത്ത് ആളുകൾ ഞങ്ങളുടെ സിസ്റ്റം നന്നാക്കി തരണം എന്ന് പറഞ്ഞ് എന്നാലേ നിങ്ങൾ വോട്ട് ചെയ്യുള്ളൂ എന്ന് ആരും പറയുന്നില്ല. സിസ്റ്റം നന്നാക്കി തരണം എന്ന് പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ നന്നാക്കണ്ടെന്ന് അവർക്കും അറിയില്ല. പക്ഷെ ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം അവിടെ കുറെ പൈസ കൊടുക്കുമ്പോൾ ഇവിടുത്തെ കുറെ പൈസയാണ് പോകുന്നത്. അത് മനസ്സിലാവുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഈവൻ ഫണ്ട് മാത്രമല്ല, ഇവിടുത്തെ മാൻ പവർ ആണ് അങ്ങോട്ട്. അറിയാം, ഇപ്പൊ ഈ നമുക്ക് നമ്മുടെയൊക്കെ പരിചയത്തിലും ബന്ധത്തിലും ഒക്കെ ഉള്ള ഒരുപാട് ഹെൽത്ത് സർവീസിലും മെഡിക്കൽ കോളേജിലും വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അവരിപ്പോൾ അതൊക്കെ ഒന്നിയിൽ പോസ്റ്റ് ചെയ്തു, അവിടെ പോയി ഒപ്പുവെച്ചു, അവിടെ തിരിച്ചു, അവിടെ ഒന്നും നടക്കുന്നില്ല. കുറെ കുട്ടികളുണ്ട്, ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 2 വർഷം അവരുടെ വേസ്റ്റായി കിട്ടും. അത് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും പ്രയാസപ്പെട്ട് കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകും. അപ്പോൾ അവരുടെ കാര്യം രക്ഷപ്പെട്ടു, അവരത്രയും നോക്കുന്നുള്ളൂ. പക്ഷെ ഇത് നോക്കേണ്ടത് മിനിസ്റ്ററാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മുകളിലിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു വിഷൻ വരാത്തിടത്തോളം ഇതൊന്നും നടക്കില്ല. അത് നമ്മളെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും അറിയാം. ഇപ്പോൾ ഇംഗ്ലണ്ടിലാണെങ്കിൽ ഇപ്പോൾ NHS കൊണ്ടുവന്നത് ഒരു പൊളിറ്റീഷ്യനാണ്. എനിക്ക് അത്ഭുതം തോന്നി, കഴിഞ്ഞ തവണ ലണ്ടനിൽ പോയിട്ട് അവിടെ നാഷണൽ പോർട്രേറ്റ് ഗാലറി ഉണ്ട്. അതായത് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ നല്ല രസമാണ്, അത് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഒരു മൂലയ്ക്ക് അന്യൂറിൻ ബെവൻ്റെ ഒരു ബസ്റ്റ് ഇത്രയുള്ള ഒരു പ്രതിമ. അതായത് അയാൾ NHS കൊണ്ടുവന്ന ഹെൽത്ത് മിനിസ്റ്ററാണ്, അയാൾ രാഷ്ട്രീയക്കാരനാണ്, ലേബർ പൊളിറ്റീഷ്യനാണ്. അയാളുടെ പ്രതിമ വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അവർക്കറിയാതെ ഇയാളൊറ്റ അന്നൊക്കെ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഭയങ്കര അഗൻസ്റ്റ് ആയിരുന്നു, അവർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് പോകുന്നുള്ളൊരു. അപ്പോൾ അവരെയും സോപ്പിട്ടു ഇയാൾ. അതേ സമയത്ത് സിസ്റ്റം മാറ്റുകയും ചെയ്തു. അത് പൊളിറ്റീഷ്യൻ്റെ സ്കില്ലാണ്, അത് വളരെ ഇതായിട്ട് ബാലൻസ് ചെയ്ത് അയാൾ കൊണ്ടുവന്നു. അപ്പോൾ അന്നത്തെ നിലയ്ക്ക് അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കുന്ന ആളുകൾ വേണം. NHS ശരിക്ക് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹെൽത്ത് കെയർ വർക്കേഴ്സിന് നല്ലതാണ്. കാരണം 8 മണിക്കൂർ വീതമുള്ള 3 ദിവസം വർക്ക് ചെയ്താൽ മതി ആഴ്ചയിൽ. ഓക്കെ, നമ്മുടെ നാട്ടിൽ 6 ദിവസം. അതെ, അവര് ശരിയാണ്. ഡോക്ടർമാരും ഒക്കെ ഹാപ്പിയാണ്, നഴ്സസ് ആയാലും ആരായാലും. നഴ്സസ് ഇപ്പൊ കുറവാന്ന് തോന്നുന്നു, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. നഴ്സസും ഈ 8 hours 3 days എന്നുള്ളത് കൊണ്ട് വളരെ ഹാപ്പിയാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ അവര് വേറെ പല കാര്യങ്ങളും ചെയ്തിട്ടും. ഓക്കെ, ഈ മെഡിക്കൽ കോളേജുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ഇപ്പോൾ 2000-ലോ അല്ലെങ്കിൽ 90s-ലോ മെഡിക്കൽ കോളേജുകളായിരുന്നു കൂടുതൽ ഏറ്റവും നല്ല പ്രൊസീജിയേഴ്സും ഏറ്റവും കൂടുതൽ ഹയർ എൻഡ് പ്രൊസീജിയേഴ്സും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. അവിടെ അത് ഈ ഫണ്ടിൻ്റെയൊക്കെ പ്രശ്നം മാത്രമാണോ അതോ കുറേ അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങൾ കൊണ്ട് കൂടിയാണോ? അല്ല, സ്ട്രക്ചറലായിട്ട് അതേ പറയുന്നത്, സ്ട്രക്ചറൽ ചേഞ്ചസ് ഒരുപാട് വരാനുണ്ട്. കാരണം ഇപ്പം ഞാനൊരു മെഡിക്കൽ കോളേജിൽ ഒരു സ്പെഷ്യാലിറ്റിയിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ കാർഡിയക് ഇതൊക്കെ ചെയ്ത ഡോക്ടർ ജയകുമാറുണ്ട് കോട്ടയത്ത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും തൽക്കാലം ഒരുപാട് എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, അദ്ദേഹം അവിടെ നന്നായിട്ട് ജോലി എടുക്കുന്നുണ്ട്. പക്ഷേ ദർ ഇസ് നോ ഗ്യാരണ്ടി നാളെ അങ്ങനെ പിടിച്ച് കോഴിക്കോട്ടേക്ക് മാറ്റാം. അതോടുകൂടി കോട്ടയം പോയി കോഴിക്കോടും പോയി. ആ സിസ്റ്റം മാറില്ല. അത് മാറാത്തടത്തോളം ആരും വളരെ ചുരുക്കം പേരെ ഇങ്ങനെ ധൈര്യം കാണിച്ച് വരുള്ളൂ. ഒന്നുമില്ല, അദ്ദേഹത്തിന് അത്രയും ഇതിലുള്ള ഇൻട്രസ്റ്റോ എന്തൂസിയാസോ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോഡ് ഫാദർ ഉണ്ടാവും. ഞാനിപ്പോൾ അദ്ദേഹത്തിന് ഇതായിട്ട് പറയല്ല, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂറ്റി കിട്ടുന്നത് കുറവാണ്. ഈ നമ്മൾ മെഡിക്കൽ കോളേജ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച് ഇപ്പം ഞാൻ സാറിന് അറിയേണ്ടാവും, RCC ആണെങ്കിലും ശ്രീചിത്രയാണെങ്കിലും ഫങ്ഷൻ ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് മോഡിലാണ്, വേറെ ഇതിലല്ലേ. അതായത് ആളുകൾ പേ ചെയ്തിട്ട് തന്നെ പല ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്ത്, എന്നാൽ അത് വളരെ നല്ലതായിട്ട് ഈ late 70s അല്ലെങ്കിൽ 80s മുതൽ അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതൊരു ബാക്കിയുള്ള ഫീൽഡിലും അത് മോഡലാക്കി കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമാവില്ലേ?
അല്ല, കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓട്ടോണമി കൊടുക്കണം എന്നുള്ളത് ഇപ്പം നമ്മളെ പോലെയുള്ളവർ പണ്ടേ ഒരുപാട് കാലമായിട്ട് പറയും, 10-20 കൊല്ലമായിട്ടെങ്കിലും പറയുന്ന കാര്യമാണ്. അത് പലരും ഇപ്പോൾ ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന മിസ്റ്റർ രാജീവ് സദാനന്ദനൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അദ്ദേഹം കുറേ അതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അറ്റ്ലീസ്റ്റ് ട്രിവാൻഡ്രം കാലിക്കറ്റ് മെഡിക്കൽ കോളേജസ് എങ്കിലും ഇൻഡിപെൻഡൻ്റ് ആക്കണം എന്നുള്ള ഒരു തോട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പിൽ വരുത്താൻ സാധിക്കുന്നില്ല. അതിന് ഒരുപാട് വരുമ്പോൾ തന്നെ ഒരുപാട് പേര് റെസിസ്റ്റ് ചെയ്യും. കാരണം ഇപ്പോൾ യൂണിയൻസിൻ്റെ ഒരു വലിയ ഇതുണ്ട്. ഇപ്പം ഡോക്ടേഴ്സിൻ്റെ ആൾക്കാരായാലും, കാരണം അവർക്ക് നമ്മുടെ എൻ്റെ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് ചിലപ്പോൾ കോഴിക്കോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ പോകാൻ, പ്രൊമോഷന് വേണ്ടി അവിടെ പോകാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഞാൻ തിരിച്ചു വരും. അപ്പം ആ ഒരു ഫ്രീഡം വേണ്ടാന്ന് വെക്കണമല്ലോ. അത് ഏത് ഫ്രീഡം ആയാലും നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ. അത് ആരായാലും അങ്ങനെയാണ്. ഇപ്പം ഞാനാണെങ്കിൽ ചിലപ്പോൾ അത് തന്നെ പറയും. അപ്പോൾ അത് സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോൾഡായിട്ടുള്ള അത് അതിനൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ബോൾഡ്നെസ്സും പൊളിറ്റിക്കൽ വില്ലും ഒക്കെ കാണിക്കേണ്ടത്. അത് അങ്ങനെയുള്ള അൺഫോർച്ചുനേറ്റ്ലി ദർ ആർ വെരി ഫ്യൂ പീപ്പിൾ ഹു ക്യാൻ ഡു ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. ഇപ്പോൾ ശ്രീചിത്രയൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി, അപ്പോൾ ആ സമയത്ത് അതിന് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഹോസ്പിറ്റലോ ഒന്നും മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം അവർ എൻവിസാജ് ചെയ്തിരുന്നത്. പക്ഷെ അത് വേണ്ടാന്ന് അതിൽ വേറൊരു മറക്കപ്പെട്ടു പോകുന്ന ഒരാളുണ്ട്. അത് ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരാളാണ്. അന്ന് പ്ലാനിംഗ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ പി കെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഇക്കോണമിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ജർമ്മനിയിൽ നിന്നൊക്കെ PhD ഒക്കെ എടുത്ത, ഹോളണ്ടിൽ നിന്ന് PhD ഒക്കെ എടുത്ത മനുഷ്യനാണ്. അദ്ദേഹം ആണ് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി കറക്റ്റായിട്ടുള്ള അഡ്വൈസൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെ ഇരുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ എപ്പോൾ കേന്ദ്ര ബജറ്റ് വന്നാലും പറയുന്ന ഒരു ഇതാണ്, മീഡിയക്കാർ ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് കേരളത്തിന് ഇക്കുറിയും എയിംസ് ഇല്ല. ശരിക്കും കേരളത്തിൽ അങ്ങനെ ഒരു എയിംസിന്റെ ആവശ്യമുള്ളതായിട്ട് സാറിന് തോന്നുന്നു? വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിന്റെ വലിയ ആവശ്യമൊന്നുമില്ല. ഡിസേർവിംഗ് ആയിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ വേറെ. അതെ, ഒരു എയിംസ് തന്നെ ഇത്ര അധികം ഇങ്ങനെ എല്ലായിടത്തും ഒരു എയിംസ് വേണമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ആ എയിംസ് ഉദ്ദേശിക്കുന്നത് സാർ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോ കോഴിക്കോട് മെഡിക്കൽ കോളേജിനോ ഒക്കെ ഓട്ടോണമി സ്റ്റാറ്റസ് കൊടുക്കുക തന്നെ. അതെ, അവർ ഡെവലപ്പ് ചെയ്തെടുത്ത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ ഇതേ കാര്യം തന്നെ ഇപ്പം എനിക്ക് അറിഞ്ഞൂടാ കർണാടകത്തിലെ എയിംസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷേ ഒരു 10-20 കൊല്ലം മുമ്പേ തന്നെ കർണാടകം ആസ് യു നോ എല്ലാം പ്രൈവറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷെ അവർ ചെയ്ത വേറൊരു കാര്യം, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ബാംഗ്ലൂരിലുള്ള മെഡിക്കൽ, അതിനെ അവരൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാക്കി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ. പക്ഷെ അതിന് സെപ്പറേറ്റ് ഗവേണിംഗ് ബോർഡും ചെയർമാനും ഒക്കെ ആയിട്ട് അവരുടെ ഡിസിഷൻസ് അവരെടുക്കുന്ന രീതിയിൽ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റാക്കി മാറ്റി. അപ്പോൾ അതിനുശേഷം അത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ആക്ട് ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തു. അത് നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ കുറേ ഡെവലപ്മെൻറ്റ് വരുത്താൻ സാധിക്കും. ഇപ്പം പൈസ, ഇപ്പോൾ അലംനയുടെ പൈസ കിട്ടാൻ പോലും നമുക്ക് ഈ സെറ്റപ്പിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് ആരും എവിടെ, എന്നോട് എനിക്ക് ഒരുപാട് പൈസ ഉണ്ട് എന്ന് വെച്ചാൽ എനിക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുത്താൽ അത് എവിടെ പോകുമെന്ന് എനിക്കറിയില്ല. അത് മിക്കവാറും ഗവൺമെൻറ്റിൻ്റെ ഒരു രീതി അനുസരിച്ച് ഏത് പൈസ ഗവൺമെൻറ്റിന് കൊടുത്താലും അത് ഗവൺമെൻറ്റിൻ്റെ ആ വലിയ ഫണ്ടിലേക്ക് കിണറ്റിലേക്ക് പോവുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇതിനു വേണ്ടിയാണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ പോരട്ടെ എന്നുള്ളതാണ് അവരുടെ ലൈൻ. അത് പറ്റില്ല. ഇപ്പോൾ IIT-കളുണ്ട്. IIT-കളിലെല്ലാം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പല IIT-കളിലും അവരുടെ അലംനൈയുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് അവർ സെപ്പറേറ്റ് മാനേജ്മെൻറ്റ് സ്കൂൾസ് തുടങ്ങിയിട്ടുണ്ട്. വിനോദ് ഗുപ്ത സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, മറ്റേ മാനേജ്മെൻറ്റ് സ്കൂൾ, എനിക്കൊന്ന് മദ്രാസിലൊക്കെ ഉണ്ട്. അത് അലംനൈ കോൺട്രിബ്യൂഷൻ ഇതിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് എഴുതി അവർ, കാരണം അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ആ ബോർഡിനൊരു ഡിസിഷൻ എടുക്കാം, ഈ പൈസ ഞങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നു. അങ്ങനെ ഒരു ഡിസിഷൻ ഇവിടെ എടുക്കാൻ വലിയ പ്രയാസമാണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ പണ്ട് എൻ്റെ സ്നേഹിതന്മാരൊക്കെ ആയിരുന്നു അന്ന് 90-കളിൽ ഈ റോക്കഫെല്ലർ ഫൗണ്ടേഷൻ ഒരു സ്കീം ഉണ്ടായിരുന്നു. അതാണ് ഈ ഇംഗ്ലണ്ട് ഒരു ഇൻ്റർനാഷണൽ ക്ലിനിക്കൽ എപ്പിഡമിയോളജി നെറ്റ്വർക്ക്. അതായത് ഡോക്ടർമാരുടെ ഇടയിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർ കുറേ സ്കോളർഷിപ്സ് കൊടുത്തു. ലോകത്തുള്ള പല ഏറ്റവും മുന്തിയ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി നമ്മുടെ പല പ്രൊഫസർമാരെയും കുറച്ചൊരു മിഡ് ലെവലിലുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി അവരെ ട്രെയിൻ ചെയ്ത് അവർ തിരിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ഒരു റോക്കഫെല്ലർ ഫൗണ്ടേഷൻ അറിയാം ഇവിടുത്തെ സിസ്റ്റം. അപ്പോൾ അവർ വച്ച ഒരു മുൻവിധി, അല്ല ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് യൂണിറ്റ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ തിരിച്ചു വരുന്ന ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 കൊല്ലമെങ്കിലും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഏർപ്പാട് ഗവൺമെൻറ് ചെയ്യണം എന്ന് ഗവൺമെൻറ് എഴുതി ഒപ്പിട്ട് കൊടുത്ത കാര്യമാണ് റോക്കഫെല്ലറിന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ, അദ്ദേഹം ഇതുപോലെ ട്രെയിനിങ്ങിന് കാനഡയിൽ പോയി
തിരിച്ചു വന്നു. തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് 2-ാം മാസത്തിൽ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അദ്ദേഹം അത് അന്വേഷിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ പോയി. സെക്രട്ടേറിയറ്റിൽ പോയപ്പോൾ അത് അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന ആരാണ്, ഏതോ ഒരു അണ്ടർ സെക്രട്ടറി ആ ലെവലിലുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇയാൾ ഈ ഡോക്ടറെ ചൂണ്ടിക്കാണിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൽ. അപ്പോൾ അയാൾ ഗവൺമെൻറ് പലതും പറയാതെ ഡോക്ടർ അറിയണ്ട, ഡോക്ടർ ഓർഡർ അനുസരിച്ചാൽ മതി. അങ്ങനെ പിറ്റേ ദിവസം കോഴിക്കോട്ടേക്ക് പോയി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, അതുപോലും നമ്മൾ ഈ കോൺട്രാക്റ്റുകൾ പോലും വാല്യൂ ചെയ്യുന്നില്ല. അപ്പോൾ റോക്ക്ഫെല്ലറെ സംബന്ധിച്ചോളം അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, മനസ്സിലായില്ല, അവർക്ക് വേണ്ട, അവരുടെ രാജ്യം അവരിഷ്ടം പോലെ ചെയ്തോട്ടെ. നമ്മൾ പൈസ കൊടുത്തു, കുറച്ച് പേർക്ക് ട്രെയിൻ. ആ ഇംഗ്ലണ്ട് പ്രോഗ്രാം എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, കുറേ പേര് പഠിച്ചു, കുറച്ച് അതിനുള്ള ഗുണമുണ്ടായി, PG തീസിസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് എന്ത് റിസർച്ച് ഇവിടെ ചെയ്തു എന്ന് ചോദിച്ചാൽ ശരിക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അത് നമ്മുടെ കുഴപ്പമാണ്, അത് അവരുടെ കുഴപ്പം. ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സാറിന് ഇതിനൊക്കെയുള്ള അറിവുണ്ട്, തിരിച്ചറിവുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, അനുഭവമുണ്ട്, പോരാത്തതിന് ലെഗസിയും ഉണ്ട്. ഇതൊക്കെ കൊണ്ട് അപ്പോൾ സാറിനെ പോലുള്ളവരല്ലേ രാഷ്ട്രീയത്തിൽ വരികയും ഈ പോളിസീസൊക്കെ ശരിക്ക് ആ വിൽ പവറോട് കൂടി ഉണ്ടാക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ ഇനി അതായത് ഇപ്പൊ കുട്ടിക്കാലം പോലെയല്ല, റിട്ടയർ ചെയ്തു. അപ്പൊ ഇനിയുള്ള സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിക്കൂടെ? അതിന്റെ കൂടെ എനിക്ക് ധാരാളം മടിയുണ്ട്. അല്ല, എന്നാലും ആരെങ്കിലും ഒക്കെ നിർബന്ധിച്ചാലോ? നിർബന്ധിക്കാറുണ്ട്. ഇന്നാള് കഴിഞ്ഞ ഒരു ഏത് ഇലക്ഷനാന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഇലക്ഷന് എൻ്റെ അടുത്ത് വളരെ നമ്മുടെ വെൽ വിഷേഴ്സ് എന്ന് പറയാവുന്ന കുറച്ച് പേര് വന്ന് ഇങ്ങനെ നിർബന്ധിച്ചു, നിങ്ങളാണ് പറ്റിയ കാൻഡിഡേറ്റ്, നിങ്ങളൊന്ന് സമ്മതിച്ചാൽ ഞാൻ പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്താം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മനസ്സമാനത്തോടുകൂടി ജീവിക്കുന്നത് സഹിക്കുന്നില്ല അല്ലേ. ഇത് പക്ഷേ സാറിൻ്റെ ഒരു ഇപ്പൊ സാറിനെ കുറിച്ച് അറിയുന്ന പലരും, സാറിൻ്റെ സുഹൃത്തുക്കളെന്ന് സാറിന് നന്നായിട്ട് അറിയുന്ന പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പോൾ പല കാര്യങ്ങളിലും ഒരുപാട് കഴിവുകളുണ്ട്, ആ കഴിവുകളോട് തനിക്ക് കിട്ടിയ കഴിവുകളോട് നീതി പുലർത്താത്ത ഒരു മടിയനാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ആ മടിയെ ഇപ്പൊ ചിത്രകാരൻ എന്ന നിലയിൽ തന്നെ സാർ വളരെയധികം ഒരു ലോകോത്തര നിലവാരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ കഴിവുള്ള ആളാണ്. വരയ്ക്കാറുണ്ട് വല്ലപ്പോഴും, പക്ഷെ അതൊരു സ്ഥിരമായി ചെയ്യില്ല. ഓക്കെ, അതേപോലെ തന്നെയുള്ള ഈ മടിയല്ലേ, ആ മടിയെ മാറ്റി ഇനി അല്ല, ഈ മടിയെ മാറ്റണം എന്ന് ആരാ തീരുമാനം? ഞാനല്ല തീരുമാനം. അതെ, അതാ സാറ് മാറ്റിക്കൂടെ? എനിക്കതിന് താല്പര്യമില്ല. ഞാൻ നമ്മുടെ ഒരു സന്തോഷകരമായ ഒരു ബാലൻസ് ഉള്ള ജീവിതത്തിനാണ് എനിക്ക് താല്പര്യം. അതായത് ഞാൻ പറഞ്ഞപ്പം അത് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ പറഞ്ഞ ആരോപണം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പഠിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ വളരെ സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഭയങ്കരമായിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. അത് മാത്രമേ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അല്ലെങ്കിൽ ഒബ്സസ്ഡ് ആയിരിക്കണം, ഞാനിത് ചെയ്തേ അടങ്ങും. ഈ രണ്ട് കാര്യങ്ങളും എനിക്കില്ല. എന്നെ സംബന്ധിച്ചോളം ഇപ്പം എൻ്റെ ക്രേസ് എന്ന് പറഞ്ഞാൽ, ഞാൻ എയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിച്ചാലും ഞാൻ ABCD പോലെ തുടങ്ങുകയാണ്. അപ്പം കുറേ ആയി. പക്ഷെ എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം അതാണ്. ഞാൻ എന്തായാലും അങ്ങേറ്റത്തൊന്നും എത്താൻ പോകുന്നില്ല, അതിന് ഒന്നാമത് പ്രായമൊക്കെ ആയി. അതുപോലെ ഇപ്പോൾ ജീൻ അനാലിസിസ്, ജനറ്റിക് അനാലിസിസിൻ്റെ ടെക്നിക്സ്, അതൊക്കെ ഒരുപാട്, അത് തന്നെ ഒരു ഫീൽഡാണ്. അപ്പോൾ അതിൻ്റെ അവിടെ എവിടെയൊക്കെ പിടിച്ചപ്പം അങ്ങനെ ഒരു വിശാലമായ രീതിയിൽ ഇങ്ങനെ പരന്നു പോകുന്നതുകൊണ്ട് പറ്റുന്ന ഒരു കുഴപ്പമാണ് അത്. പക്ഷേ അതങ്ങനെയാണ്, ഓരോരുത്തരും ഓരോ രീതിയല്ലേ. അപ്പോൾ ഇനിയുള്ള സമയത്ത് ബാക്കി എന്തൊക്കെ ചെയ്യാനാണ്? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അതോ ഇങ്ങനെ എന്താ സാറിൻ്റെ പ്ലാനൊന്നുമില്ല? ഇപ്പം ആരോ പറഞ്ഞ പോലെ, ഏതിലാണ് ഞാൻ ഇന്നാളെ ഒരാളുടെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടത്, അത് വളരെ അൺലൈക്ലി ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, നമ്മുടെ ഇവരായിരുന്നു മാലാ പാർവതി. അവരുടെ ഒരു ഇൻ്റർവ്യൂ കിടക്കുന്നുണ്ട്. അതിലവർ പറഞ്ഞു, അവരുടെ ഓരോ ഫേസ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്താ അങ്ങനെ ഒരു ഡിപ്രഷൻ പോലെ ഒരു മോശമായ ഇത് വന്നപ്പോൾ അപ്പം ഞാൻ LLBക്ക് ചേർന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരുന്നാൽ മതി, നിങ്ങൾ ഡിപ്രഷനൊക്കെ പോകും. അത് വളരെ ശരിയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതാണ് എൻ്റെ ലക്ഷ്യം, അത്രയേ ഉള്ളൂ, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു നല്ല സമയത്ത് ഇപ്പോൾ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, അത് ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയാം, ഒരു നല്ല ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ നല്ലൊരു മെൻറ്ററുടെ അടുത്തോ ഒന്ന് പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ രീതിയിൽ രക്ഷപ്പെട്ടു പോകും, മനസ്സിലായില്ലേ? പക്ഷേ അത് ഉണ്ടായില്ല. അത് ഉണ്ടാകാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ഇവിടെ അങ്ങനെയുള്ള എൻവയൺമെൻ്റ് ഒന്നുമില്ല.
ഏറ്റവും വലിയ മെൻറ്ററായിരുന്നതെന്ന് പറയാവുന്നത് ഡോക്ടർ സി ആർ സോമനാണ്. സോമൻ സാർ എന്നെക്കാളും കൂടുതൽ താല്പര്യമുണ്ട് എല്ലാത്തിലും പോയി തലയിടുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരാളുടെ ശിഷ്യനായതുകൊണ്ട് ഞാനും ഏകദേശം അതുപോലെ ആയിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അല്ല അങ്ങനെ ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ അമേരിക്കയിലൊക്കെ പഠിക്കാൻ പോയി, അപ്പോൾ അവരെൻ്റെ അടുത്ത് PhD ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫസറുടെ കൂടെ അങ്ങനെ കുറേ വർക്കൊക്കെ ചെയ്താൽ ചിലപ്പോൾ അതിലങ്ങ് ആ ഗ്രൂവിലങ്ങ് സ്റ്റക്കായെങ്കിൽ നമ്മൾ വലിയ വലിയ കോൺട്രിബ്യൂഷനൊക്കെ നടത്തിയേനെ. ഇത് ശരിയാണ്, സംഗതി ശരിയാണ്. നമ്മൾ പലരെയും കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നും, അപ്പോൾ ഇവരൊന്നും അത്ര ഭയങ്കര കഴിവൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ വളരെ ഫോക്കസ്ഡ് ആണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അത് 2 ക്യാരക്ടർ കൊണ്ടാണ് ആൾക്കാർ മുമ്പോട്ട് വരുന്നത്. അതൊരു പോയിൻ്റാണ്. നമ്മൾ പറഞ്ഞ മാതിരി പലപ്പോഴും നമുക്ക് ഈ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ എത്തില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടെ ഉണ്ട് അതിൽ. അപ്പോൾ ഇനി ഇത്ര കാലത്തെ ഒരു എക്സ്പീരിയൻസും അറിവും സാർ ഒരുപാട് വായിക്കുന്നതുമാണ്. അതെ. ഓക്കെ. അപ്പോൾ ഈ ആഴവും പരപ്പുമുള്ള ഈ വായനയുടെയും ഒക്കെ അനുഭവം ഇത് വെച്ചിട്ട് ഞങ്ങളെപ്പോലുള്ളവരോട്, പുതിയ ആളുകളോട് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, അതിപ്പോൾ ഈ വായനയുടെ ഒന്നും ഇതിൽ വെയിറ്റ് വെച്ചിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതം കുറേ കണ്ട ആളെന്നുള്ള നിലയ്ക്കുള്ള ഒരു ഉപദേശമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ, അത്രേ ഉള്ളൂ. അത് കൂടുതൽ ഉപദേശമൊന്നുമില്ല. നമ്മളൊന്നും മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലോകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പല പല പുതിയ പുതിയ കാര്യങ്ങൾ അനുഭവിക്കാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഭയങ്കരമായിട്ട് ഇപ്പോൾ അത് വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ കടം കൊണ്ട് പറയുകയാണ്. അപ്പോൾ അതിലൊരാൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മളെ ആ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു ഓസ്ട്രേലിയൻ കൊമേഡിയനാണ്. അപ്പം ഈ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റീസ്, വലിയ യൂണിവേഴ്സിറ്റീസിലൊക്കെ അവരിങ്ങനെയുള്ള മാവറിക്സിനെ കൊണ്ടുവരും ഗ്രാജുവേഷൻ സ്പീച്ചൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഇയാളാണ് അതിൽ ഗ്രാജുവേഷൻ, അയാൾ പഠിച്ചിട്ടൊന്നുമില്ല അധികം, കൊമേഡിയനാണ്. അപ്പോൾ അയാൾ 10 ഉപദേശം കണ്ടു കൊടുക്കണം. അതിലെനിക്ക് ഓർമ്മ തന്നൊരു കാര്യം അതാണ്. നിങ്ങളോട് എല്ലാവരും പറയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, ആ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ പോകുന്ന കുറേ പേരുണ്ടാവും, ചിലർ അവിടെ എത്തും. 10 പേര് തുടങ്ങിയ 9 പേരും ചിലപ്പോൾ അവിടെ ഒന്നും എത്തില്ല. അതുകൊണ്ട് അതിന് വേണ്ടി ഈ ലൈഫ് വേസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണോ അത് ഭംഗിയായിട്ട് ചെയ്യുക, വളരെ ശക്തമായിട്ട് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടും മുഴുകി ചെയ്യുക, ബെസ്റ്റായിട്ട് ചെയ്യുക. അതിലൊരു 2-3 കൊല്ലം കഴിയുമ്പോൾ വേറെ ഒന്നിലായിരിക്കും താല്പര്യം, എന്നാൽ നിങ്ങൾ അതിലേക്ക് അതിന് കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഒരു ജനറൽ ഡയറക്ഷൻ അല്ലാണ്ട് ഞാൻ ഇത് ചെയ്താലേ അടങ്ങൂ എന്ന് വിചാരിച്ചാൽ അതിന് ഒരുപാട് റിസ്ക് ഉണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേര് അങ്ങനെ എത്തിയിട്ടുമുണ്ട്. അത് എനിക്കറിയുകയും ചെയ്യാം. നമ്മുടെ തന്നെ താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ട്. ഇപ്പം പറഞ്ഞില്ലേ, ഇതുപോലെ ഒരുപാട് കഴിവുണ്ടായിട്ടും ഒന്നും ഇഫക്റ്റീവായില്ല എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു 5-8 പേരെ എൻ്റെ സർക്കിളിൽ നിന്ന് തന്നെ എനിക്ക് തന്നെ പറയാൻ പറ്റും. അപ്പം അതൊരു ജനറൽ ഇതാണ്, എൻ്റെ മാത്രം ഒരു അവസ്ഥയല്ല. അതിനെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതാ പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് തന്നെ അഡ്മിറേഷൻ തോന്നിയിട്ടുള്ള ഒരു 3-4 പേരെങ്കിലും എനിക്കറിയാം എൻ്റെ സർക്കിളിലൊക്കെ, പലതരത്തിലും, വായനയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ഓരോ അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കില്ലിൻ്റെ കാര്യത്തിൽ. പക്ഷെ അവരൊക്കെ അതുമായിട്ട് താതാത്മ്യപ്പെട്ട് ജീവിക്കുന്ന അവരൊന്നും പലരും അറിയുന്ന പോലുമില്ല, അല്ലെങ്കിൽ അറിയുന്നത് ആ രീതിയിൽ അറിയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതിപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവരും ഇങ്ങനെ അവിടം വരെ എത്തണം എന്നുള്ള കാര്യമൊന്നുമില്ല.